ബ്രസീലില്ലാതെ എന്ത് ലോകകപ്പ്? 1930 മുതൽ ഇതുവരെ നടന്ന എല്ലാ ലോകകപ്പുകളിലും കളിച്ച ഏക ടീമാണ് കാനറികൾ. ഇപ്പൊ 2026 ലോകകപ്പിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്. 2 റൗണ്ട് മത്സരങ്ങൾ അവശേഷിക്കുകയാണ് കാർലോ അഞ്ചലോട്ടിയുടെ ടീം ഇപ്പോൾ ലോകകപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. പരാഗ്വയെ 1-0 പരാജയപ്പെടുത്തിയ മത്സരത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ബ്രസീലിന്റെ സ്ക്വാഡിൽ കാണാനുണ്ട്. കാരണം ആഞ്ചലോട്ടി വന്നതിന് ശേഷമുള്ള ഒരു ഇമ്പാക്ട് സ്ലോലി ആണെങ്കിലും ബ്രസീലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2 മത്സരം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടൊരു ഏർലി കൺക്ലൂഷനിലേക്കൊന്നും ആർക്കും പോകാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇക്വഡോറിനെതിരെ കളിച്ച മത്സരത്തിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചും കൂടെ മികവോടെ കളിക്കുന്ന ഒരു ബ്രസീൽ ടീമിനെ, അല്ലെങ്കിൽ അല്പം കൂടി ഏകോപനത്തോടെ കളിക്കുന്ന ഒരു ബ്രസീൽ ടീമിനെയാണ് കാണാൻ സാധിച്ചത്. ഡിഫൻസിൽ പ്രത്യേകിച്ച് 2 സെന്റർ ബാക്കുകളും നല്ല ഒരു കൺസിസ്റ്റൻസിയോടെ കളിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, രണ്ടാമത്തെ മത്സരത്തിലും ക്ലീൻ ഷീറ്റ് നേടാൻ ബ്രസീലിന് സാധിച്ചു. പിന്നെ അറ്റാക്കിന് ഒരു സ്പീഡ് വന്നു. അതായത് മൊത്തത്തിൽ ഗെയിം ഒന്ന് സ്പീഡായി മാറിയിട്ടുണ്ട്. ഒരു യൂറോപ്യൻ ടച്ച് ബ്രസീലിന്റെ കളിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. റിക്കവറി ആണെങ്കിലും പ്രസ്സിംഗ് ആണെങ്കിലും ആ രീതിയിലുള്ള ഒരു സമീപനം വലിയ തോതിലല്ലെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. ശരിക്കും പരാഗ്വയ്ക്കെതിരെ ഒരു 4 ഗോളുകൾക്കോ അല്ലെങ്കിൽ ഒരു 3 ഗോളുകൾക്കോ ഒക്കെ ജയിക്കേണ്ടതായിരുന്നു ബ്രസീൽ. 1-0 വിജയമാണ് നേടിയിരിക്കുന്നത്. എന്നാലും ആ ഒരു ഗോൾ നേടി മത്സരം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായുള്ള കാര്യമാണ്. ആഞ്ചലോട്ടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിജയമാണ് ബ്രസീലിൻ്റെത്. വിനീഷ്യസിന് നല്ലൊരു ചാൻസ് ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അവസാനം വിനീഷ്യസ് സ്കോർ ചെയ്തു. അത് ശരിക്കും അതിൻ്റെ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് മത്തേയൂസ് കൂഞ്ഞ തന്നെയാണ്. കൂഞ്ഞയുടെ ഒരു പെർഫോമൻസ് കിടലനായിരുന്നു. പ്രത്യേകിച്ച് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിലാണ് ആഞ്ചലോട്ടി കൂഞ്ഞയെ പരീക്ഷിച്ചത്. എന്തായാലും അത് വർക്കൗട്ടായി. നല്ല ഒരു അറ്റാക്കിംഗ് മൈൻഡോട് കൂടി തന്നെയാണ് കൂഞ്ഞ കളിച്ചത്. പക്ഷേ ഡിഫൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ സീസൺ കളിക്കാൻ പോകുന്ന താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നല്ല രീതിയിലുള്ള ഒരു പ്രസ്സിങ്ങും കൂഞ്ഞയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗോൾ തന്നെ റഫീനിയയ്ക്ക് നഷ്ടമായ പന്താണ് കൂഞ്ഞ തിരിച്ചു പിടിച്ച് വിനീഷ്യസിന് ഗോളടിക്കാൻ പാകത്തിൽ നൽകിയത്. വിനീഷ്യസിന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് നല്ലൊരു അവസരം കൂഞ്ഞയുടെ ഭാഗത്തു നിന്ന് വിനീഷ്യസ് നൽകിയിരുന്നു. പക്ഷെ അത് വിനീഷ്യസിന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. നല്ലൊരു ക്രോസ് ആയിരുന്നു. പിന്നെ റഫീനയ്ക്ക് അവസരം ഉണ്ടായിരുന്നു, മാർട്ടിനെല്ലിക്ക് അവസരം ഉണ്ടായിരുന്നു, പിന്നെ ബ്രൂണോ ഗിമറസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. 11 ഷോട്ടുകളും 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 73% പൊസഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനനുസരിച്ചുള്ള ഒരു ക്ലിനിക്കാലിറ്റി ആ ഒരു ഫൈനൽ തേർഡിൽ കാണാൻ സാധിച്ചില്ല. കാരണം ഫൈനൽ തേർഡിലെ ആ ഒരു ഫിനിഷിംഗ് ഇല്ലായ്മ ഇപ്പോഴും ബ്രസീലിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് വരും മത്സരങ്ങളിലൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ലോകകപ്പിന് 1 വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. ബ്രസീലിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ 2 മത്സരങ്ങളാണ് ലോകകപ്പ് ക്വാളിഫിക്കേഷനിലുള്ളത്. ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അല്പം പരീക്ഷണങ്ങളൊക്കെ നടത്തി സെറ്റാക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് അവസരം നൽകുന്ന മത്സരങ്ങളാണ്. അടുത്ത മത്സരം ഇനി സെപ്റ്റംബറിലാണ്. അത് ചിലിക്കെതിരെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റൊരു മത്സരം കൂടെ സെപ്റ്റംബറിലുണ്ട്, അവസാനത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരം. അത് ബൊളീവിയക്കെതിരെയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ 2 മത്സരങ്ങളൊക്കെ ടീമിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ആഞ്ചലോട്ടിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വരികയാണെങ്കിൽ വിനീഷ്യസിനെ സ്ട്രൈക്കറായിട്ട് പരീക്ഷിച്ചു. അങ്ങനെ ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചു. വിനീഷ്യസിന് തൊട്ട് പിറകിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കൂഞ്ഞ വന്നു. അതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ സാധിച്ചു. നല്ലൊരു ഹെൽപ്പ് വിനീഷ്യസിന് പലപ്പോഴും കൂഞ്ഞയുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ ഗോളൊക്കെ വന്നത് അങ്ങനെയാണ്. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ, അതായത് പ്രോപ്പർ പൊസിഷനിൽ മാർട്ടിനെല്ലി എത്തിയതോടുകൂടി അവിടെ ആ ഒരു വിങ്ങിൽ കൂടെയുള്ള അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിച്ചു. മാർട്ടിനെല്ലിയുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായി തോന്നി. പിന്നെ റൈറ്റ് വിങ്ങിൽ റഫീനിയ ഉണ്ടായിരുന്നു. പിന്നെ 2 മിഡ്ഫീൽഡേഴ്സ്, ഇപ്പം ബ്രൂണോ ഗിമറേസ് ആണെങ്കിലും കാസമിറോ ആണെങ്കിലും അവരവരുടെ പാർട്ട് വഹിച്ചിട്ടുണ്ട്. കാസമിറോയുടെ പെർഫോമൻസ് ആണ് കുറച്ചും കൂടി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഡിഫൻസ് ശരിക്കും ഒരു കവറപ്പ് എന്നുള്ള രീതിയിൽ അവിടെ ആ ഒരു ടവറിംഗ് ഫിഗർ ആയിട്ട് കാസമിറോ ഉണ്ടായിരുന്നു. കാരണം കാസമിറോ ഇപ്പം അത്ര നല്ല ഫോമിലൊന്നല്ല യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്നത്. ഇടയ്ക്ക് യൂറോപ്പ ലീഗിലൊക്കെ ചില മത്സരങ്ങളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിലും കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിനൊരു വിശ്വാസം നൽകിയ കാർലോ ആഞ്ചലോട്ടിയുടെ ആ ഒരു തീരുമാനം അദ്ദേഹം എന്തായാലും കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഡിഫൻസിലൊരു പെർഫോമൻസ്, 2 സെൻട്രൽ ബാക്കുകളുടെയും പെർഫോമൻസ്. ഇപ്പം മാർക്കീനിയോസ് പലപ്പോഴും ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു താരമാണ്. പക്ഷേ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ലൂയിസ് എൻറിക്കയ്ക്ക് കീഴിൽ കളിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കീനിയോസിൽ കാണാനുണ്ട്. ക്യാപ്റ്റനാണ് ടീമിൻ്റെ. ആ ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആസ് എ സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ. പിന്നെ നല്ലൊരു സപ്പോർട്ട് മാർക്കീനിയോസിന് കൊടുക്കാൻ അലക്സാൻഡ്രോ റിബേറോയ്ക്ക് സാധിച്ചു. കാരണം റിബേറോ ഒരു പ്രോമിസിംഗ് ആയുള്ള ഒരു സെൻറ്റർ ബാക്കാണ്. അപ്പോൾ അത് ആ ആഞ്ചലോട്ടി
ഒരു പരീക്ഷണം നടത്തി, പക്ഷെ അത് വർക്കൗട്ടായി എന്ന് പറയേണ്ടി വരും. പിന്നെ ആലിസിന്റെ ഒക്കെ പെർഫോമൻസ് ആസ് യൂഷ്വൽ ആയിരുന്നു. പക്ഷേ വിങ് ബാക്കുകൾ ഇപ്പോഴും ബ്രസീലിന് ഒരു പ്രശ്നമായിരിക്കുകയാണ്. കാരണം ബ്രസീലിന്റെ വിങ് ബാക്കുകൾ എന്ന് പറഞ്ഞാൽ ലോകോത്തരാണ്. നമുക്കറിയാം, പണ്ട് കാലത്ത് വന്ന വിങ് ബാക്കുകളൊക്കെ അറിയാം. ഇപ്പോൾ ഡാനി ആൽവസ് ആണെങ്കിലും, പിന്നെ അതുകൂടാതെ കഫും ആ റേഞ്ചിലുള്ള റോബർട്ടോ കാർലോസിനെയൊക്കെ പോലെയുള്ള പ്ലെയേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിലവാരം ഇപ്പോഴും ഇല്ല. ഇപ്പോൾ വാൻഡേഴ്സിന്റെ പെർഫോമൻസ് ഓക്കെയാണ്, പക്ഷെ എന്നാലും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് തോന്നുന്നില്ല. പിന്നെ അലക്സാൻഡ്രോ സ്വാഭാവികമായിട്ടും പലപ്പോഴും എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒരു മത്സരത്തിലൊക്കെ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും അതിലൊക്കെ ഒരു ചേഞ്ചസ് അധികം വൈകാതെ തന്നെ ആഞ്ചലോട്ടി കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ലബ് വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണാൻ പോകുന്നുണ്ട്, അപ്പോൾ അതിനുശേഷം മറ്റ് പ്ലേയേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസും കൂടെ അനലൈസ് ചെയ്യുന്ന പറഞ്ഞു. കാരണം ഒരു 70 താരങ്ങളെങ്കിലും വിവിധ ലീഗുകളിലായിട്ട് കളിക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ ബ്രസീൽ ടീമിലേക്ക് വരാൻ സാധ്യതയുള്ള. അപ്പോൾ ഇവരിൽ നിന്ന് ആരെ ഒരു 25, 26, 27 പേരെ എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് മുമ്പുള്ള ഒരു വലിയ ടാസ്ക്. അതിനൊപ്പം തന്നെ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നല്ലൊരു സ്റ്റാർട്ടിംഗ് 11 സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു ടാസ്ക് കൂടി ആഞ്ചലോട്ടിക്ക് മുന്നിലുണ്ട്. അപ്പം ഇനിയിപ്പം ഈ ഒരു സെപ്റ്റംബറിലെ ലോകകപ്പ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ കൂടുതൽ സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. യൂറോപ്യൻ ടീമുകളുമായിട്ടൊക്കെ മാർച്ചിലൊക്കെ നെക്സ്റ്റ് ഇയർ ലോകകപ്പിന് തൊട്ട് മുമ്പ് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പ്ലാൻ ഉണ്ട് ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സമയം വേണ്ടി വരും. ബ്രസീലിൻ്റെ ടോട്ടൽ പെർഫോമൻസിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ മികച്ച രീതിയിലുള്ള ഒരു ഫ്ലൂയിഡ് ഗെയിമിലേക്ക് ബ്രസീൽ മാറുന്നുണ്ട്. പക്ഷെ അതൊരു പ്രതീക്ഷിക്കുന്ന അർത്ഥത്തിൽ വരണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങളൊക്കെ കഴിയണം. ഇനി ഒരുപാട് മത്സരങ്ങൾ കഴിയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ കാർലോ ആഞ്ചലോട്ടിയുടെ ആദ്യത്തെ 2 മത്സരങ്ങളെ കാണാൻ സാധിക്കും. കാരണം 2 മത്സരങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ടൈം എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു സിസ്റ്റത്തിലേക്ക് ബ്രസീൽ മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബ്രസീലിൻ്റെ ഈ ഒരു പെർഫോമൻസ് ഇപ്പോൾ 2 മത്സരങ്ങളിലെയും, ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിലെയും പിന്നെ പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരത്തിലെയും ബ്രസീലിൻ്റെ പെർഫോമൻസ്, ആഞ്ചലോട്ടിയുടെ ഇമ്പാക്റ്റ് എത്രത്തോളം വന്നു തുടങ്ങി? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.